യുഡിഎഫിന്റെ പ്രകടന പത്രികയിൽ ചർച്ചയായ കാര്യങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് കെഎസ്ആർടിസിയിൽ ബസ്സുകളിൽ നൽകുന്ന സൗജന്യയാത്ര. ഇത് സംബന്ധിച്ച കണക്കെടുപ്പ് ബസ്സുകളിൽ ഇതിനകം ആരംഭിച്ചിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ സീരിയസ് ആയും തമാശയ്ക്കുമൊപ്പം ഈ വിഷയത്തിൽ നിരവധി പോസ്റ്റുകൾ എത്തിയിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മുൻ വിജയിയും എൻഡിഎ തൃക്കാക്കര മണ്ഡലം സ്ഥാനാർത്ഥിയുമായിരുന്ന അഖിൽ മാരാർ. യുഡിഎഫ് പ്രഖ്യാപിച്ചതുപോലെ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിച്ചാൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പങ്കുവെക്കുകയാണ് അഖിൽ മാരാർ. നാട് നന്നാക്കാനും വരും തലമുറയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അഖിൽ മാരാറിന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: വരുമാനം തീരെ ഇല്ലാത്ത ഒരു സംസ്ഥാനം സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് എപ്രകാരമാണെന്ന് വ്യക്തമാക്കിയാൽ ആ തീരുമാനം സ്വാഗതം ചെയ്യാം. എന്നാൽ യാതൊരുവിധ പ്ലാനുകളും ഇല്ലാതെ കെഎസ്ആർടിസിയിൽ സൗജന്യം സ്ത്രീകൾക്ക് നൽകാം എന്ന് പറയുന്നു. പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കാം എന്ന് പറയുന്നു. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുമ്പോൾ ഒരേ സമയം കെഎസ്ആർടിസിയും വലിയ നികുതി നൽകി ബാധ്യതയിൽ പോകുന്ന പ്രൈവറ്റ് ബസ് മേഖലയും നശിക്കുന്നു. അതായത് കെഎസ്ആർടിസിയിൽ സൗജന്യം കിട്ടിയാൽ സ്ത്രീകൾ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കാതെ പൂർണ്ണമായും യാത്ര കെഎസ്ആർടിസിയിലാക്കും. അതോടെ പുരുഷന്മാർ യാത്ര പ്രൈവറ്റ് ബസ്സിലേക്ക് മാറ്റുമെന്നാണ് അഖിൽ മാരാർ പറയുന്നത്.